സപ്ലൈർ എന്നെ ഭരിക്കാൻ വന്നിട്ടില്ല. അതിനുള്ള അവസരം ഞാൻ ഒട്ടുണ്ടായി കൊടുത്തിട്ടുമില്ല. ഇത്രയും നാളും ഈ ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. സപ്ലൈർ പറയുന്നത് കേട്ട് ജോലി ചെയ്യണമെന്ന് വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇക്കണക്കിന് നിയമാവലിയുമായിട്ട് ജോലി ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്കാം യൂണിയനാകും, നമുക്കിതങ്ങ് അടച്ച് പൂട്ടുകയും ചെയ്യാം. ഉണ്ണിയെ ഞാൻ വിളിക്കുന്നു പറയും. നീ എന്നെ വിളിച്ചോ? ഇന്നലെ രാത്രി നീ വലിയ ഭരണമായിരുന്നു കേട്ടു. എന്ത് ഭരണം? മാനേജറെ നിയമം പഠിപ്പിച്ചെന്നോ യൂണിയൻ ഉണ്ടാക്കാൻ പോകുന്നെന്നോ? ഗോപു, ഞാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അത്രയ്ക്ക് വലിയ കടപ്പാടൊന്നും എനിക്ക് നിന്നോടില്ലല്ലോ. പിന്നെ പരിചയപ്പെട്ട സ്ഥിതിക്ക് തെണ്ടിത്തിരിയേണ്ടെന്ന് കരുതി പിടിതം. എനിക്ക് സപ്ലയറായ ജോലി എന്നതിൽ ഇത്രത്തോളം ഔദാര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ഔദാര്യം ഉണ്ടടാ. ഒരു ചായ കുടിക്കാൻ ഗതിയില്ലായിരുന്നവനെ കൂടെ കൊണ്ട് നടന്ന് ചാപ്പാടും വാങ്ങിത്തന്ന് ജോലി ഉണ്ടാക്കി തന്നത് ഔദാര്യം തന്നെയാ. ഒരു മുതലാളിയെ പോലെയാ നീ ഇപ്പൊ സംസാരിക്കുന്നത്. ഓ, ഞാൻ മുതലാളിയായി പോയതിൽ വലിയ മനപ്രയാസം ഉണ്ടല്ലേ? സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ ജോലി ചെയ്താൽ മതി. ഇവിടുത്തെ ജോലി നിനക്കൊരു ജീവിത മാർഗമാണെങ്കിൽ മാത്രം. എന്നെ ഉദ്ധരിക്കാൻ വേണ്ടി ഒരുത്തരും ഇവിടെ ജോലിക്ക് നിൽക്കണ്ട. നീ നന്നായി സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു. സത്യത്തിൽ എനിക്കിപ്പോ നിന്നോട് അസൂയ തോന്നുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു ഹോട്ടൽ സപ്ലൈയുടെ ജോലി എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. എങ്കിൽ പോലും നേരത്തെ പരിചയപ്പെട്ടു പോയതുകൊണ്ട് ഒരു സപ്ലയർ മാത്രമായി നിന്റെ ഈ ഹോട്ടലിൽ കഴിയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പോകുന്നു. ഒരിക്കൽ കൂടി നാം തമ്മിൽ കാണേണ്ടി വരും. അടുത്ത നവംബർ 27. അന്ന് ഗുരുജിയുടെ മുമ്പിൽ വെച്ച് എന്നെ പരിചയമില്ലെന്ന് മാത്രം നീ പറയരുത്. വരട്ടെ. ചാർലി, എന്താ ഉണ്ണി? ഒന്ന് പുറത്തേക്ക് വന്നേ. വന്നേ. എന്താ എന്ത് വെച്ചു ഉണ്ണി? ഞാൻ പോവാ ചാർലി. എന്താ കാര്യം? സന്തോഷം കൊണ്ട്. നമ്മുടെ ഗോപു താഴെന്ന് പറഞ്ഞ പോലെ വലിയ മുതലാളിയായിരിക്കുക. അവൻ വല്ലതും പറഞ്ഞോ? നന്നായി പറഞ്ഞു. ഞാൻ അവിടെ ചോദിക്കണ്ട. എന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാ. പണത്തിന് ആവശ്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് ഉള്ള മാനം കൂടെ വിട്ടിട്ട് വേണ്ടല്ലോ. നീ എങ്ങോട്ട് പോകുന്നു? തീരുമാനിച്ചിട്ടില്ല. നീ എവിടെ പോയാലും ഞാനെന്ന് പറഞ്ഞ കാര്യം മറക്കരുത്. എന്റെ പകുതി ശമ്പളം ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ചേക്കും. നിന്റെ മനസ്സിന്റെ പകുതി എനിക്ക് വേണ്ടി ഒഴിച്ചിട്ടാ മതി. ഞാൻ എഴുതിയ പർച്ചേസ് ലിസ്റ്റിൽ വെട്ടാനും വരയ്ക്കാൻ തന്നോട് ആര് പറഞ്ഞു? ഞാൻ വെട്ടി മറിച്ചൊന്നുമില്ല. എന്തോന്നാ? ആ, അത് പാലിന് 60 പാക്കറ്റ് എഴുതിയിട്ട് 40 പാക്കറ്റ് ഇവിടെ കൊണ്ടുവന്നുള്ളൂ. അതുകൊണ്ട് ലിസ്റ്റിൽ നിന്ന് 20 പാക്കറ്റ് വെട്ടിയില്ലെങ്കിൽ അതിന്റെ വില കൂടെ കൊടുക്കേണ്ടി വരും. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എന്റെ ഉത്തരവാദിത്വമാണ്. അത് നിങ്ങളുടെ മാത്രമല്ല, എന്റെ കൂടെ ഉത്തരവാദിത്വമാണ്. ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്താൽ മതി. മനസ്സിലായോ? ഏണി വെച്ച് ബാക്കിയുള്ളവന്റെ തോളിക്കയറാൻ നോക്കരുത്. എന്റെ ജോലി എന്താണെന്ന് എന്നെ നിയമിച്ച ആൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് സാറ് പറഞ്ഞൊന്നും വേണ്ട. ഞാൻ പറഞ്ഞാൽ താൻ കേൾക്കുമില്ലോ? ഞാനൊന്ന് നോക്കട്ടെ. മൂപ്പിക്കല്ലേ സ്വാമി. മാറിയിക്കോ. നന്നായി സാറേ. ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ അയാൾ ഹോട്ടലിൽ വിഴുങ്ങും. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ചാർലി, ഈ ഹോട്ടൽ എന്നൊക്കെ പറയുന്നത് ഒരു കൂട്ടായ പ്രസ്ഥാനമാണ്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും അനുസരിക്കേണ്ടവരെ അനുസരിക്കുകയും വേണം. ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ഹോട്ടലിന്റെ ചുമതല മാനേജർക്കാണ്. എന്നെ നീ ബഹുമാനിക്കണമെന്ന് ഞാൻ പറയുകയല്ല, പക്ഷേ
മാനേജറെ നീ ബഹുമാനിച്ചേ പറ്റൂ. അത് ഈ ഹോട്ടലിന് അച്ചടക്കത്തിന് അത്യാവശ്യമാണ്. രാവിലെ കാണുമ്പോ ഒന്ന് വിഷയം എന്ന് വെച്ച് പ്രത്യേകിച്ച് കുറവൊന്നും വരാനില്ലല്ലോ. സോറി, ലേറ്റ് ആയി അല്ലേ? ഏയ്, സാറ് വരുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഇവിടെ ഇരുന്നത്. ഫുഡ് ഇങ്ങോട്ട് എടുക്കല്ലേ? ഓ യെസ്. ചാർലി, ഞാൻ നേരത്തെ പറഞ്ഞ ഓർഡർ റെഡിയല്ലേ? അതെ. അതൊന്ന് എടുത്താൽ നമുക്ക് രണ്ടു കൂടെ വിളമ്പാം. ഗോപു ഇരുന്നുള്ളൂ, ഞാൻ കൊണ്ടുവരാം. ആ. വെയിറ്റേഴ്സ് എല്ലാം ഉറങ്ങി. സൂപ്പർവൈസർ തന്നെ സെർവ് ചെയ്യാന്ന് പറഞ്ഞു. ഓ, മമ്മി പോയിട്ട് ലെറ്റർ ഒക്കെ വന്നു? ആ, കഴിഞ്ഞ ആഴ്ച ഒരു ലെറ്റർ വന്നിരുന്നു. സുഖം തന്നെയാണല്ലോ അല്ലേ? ആ. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. നോക്കി വിളമ്പിക്കൂടെ? ഇഡിയറ്റ്. പൊയ്ക്കോ, ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. വലിയ ബുദ്ധിമുട്ടാണ് സാർ ഈ ഹോട്ടൽ ബിസിനസ്. ഇവന്മാരൊക്കെ മേയ്ക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. കൈയും കാലും പിടിച്ച് ജോലി കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതലാളിയാവും. ജീവിച്ച് പോട്ടെ എന്ന് വിചാരിച്ച ജോലി കൊടുത്താണ്. അപ്പൊ കയറിക്കോളും തലേ. Come on. അകത്തേക്ക്. ഹലോ. ഹലോ സാർ, ഞാൻ നേരത്തെ പറഞ്ഞ കോഹിനൂരിലെ ക്യാബറ ആർട്ടിസ്റ്റ്. ആ. ഇത് സെലീന, ഇത് ഷീല. അങ്ങോട്ടിരി. എല്ലാം ഞാൻ പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടുണ്ട് സാർ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. സാറ് സംസാരിച്ചിരിക്കണം. രാത്രി വളരെ വൈകിയാണ് എത്തിയത്. അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. വേണ്ട, നീതി ഒരു കാര്യം പറഞ്ഞാൽ മതി. എന്താ? ഞാൻ ഈ ജോലി വിടുകയാണ്. അതെന്താ ചാർലി? എന്തോ എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ ജോലി മോശമാണെങ്കിൽ ഞാൻ ഗോപുട്ടിനോട് പറഞ്ഞ് വേറെ ജോലി ശരിപ്പെടുത്തി തരാം. ചെയ്യുന്ന ജോലിയുടെ പ്രശ്നമല്ല, അവിടുത്തെ അന്തരീക്ഷമാണ് പ്രശ്നം. എന്തു പറ്റി? എനിക്ക് എന്താണെങ്കിലും ചാലി പറയൂ. ഗോപു ഒരു വല്ലാത്ത വലയത്തിൽപ്പെട്ടിരിക്കുകയാണ്. മീരയ്ക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം ഗോപു എന്നിൽ നകന്നു കഴിഞ്ഞു. അതേ കാരണം കൊണ്ടാണ് ഉണ്ണി പോയത്. ഉണ്ണി പോയോ? അവൻ പോയിട്ട് കുറെ നാളായി. ക്ഷമ എനിക്കിത്തിരി കൂടുതലുള്ളത് കൊണ്ട് ഇതുവരെ പിടിച്ചു നിന്നു. എല്ലാറ്റിനും കാരണക്കാരൻ ആ മാനേജരാ. അയാൾ ഗോപുവിനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുക. ഹോട്ടൽ സ്റ്റാഫ് മുഴുവൻ അയക്കെതിരാ. ഇതാ നാളെ ഒരു ക്യാബറ തുടങ്ങാൻ പോകുന്നു. അതുകൂടെ ആകുമ്പോൾ എല്ലാം തികയും. സംഗതി കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് മീര അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോ മീരയ്ക്ക് അതിന് കഴിയൂ. ഇപ്പൊ തന്നെ നല്ല ഇൻകം ഉണ്ടല്ലോ. ക്യാബറെ നടത്തി വെറുതെ എന്തിനാ ഹോട്ടലിന്റെ പേര് നശിപ്പിക്കുന്നത്? അറിഞ്ഞൂടാത്ത കാര്യത്തെ പറ്റി സംസാരിക്കണ്ട. ചാർലി പറഞ്ഞു ശരിയാ. ഗോപുട്ടൻ ആകെ മാറിയിരിക്കുന്നു. ചാർലി ഇവിടെ വന്നിരുന്നോ? വന്നിരുന്നു. ഓ, അപ്പൊ അവനായിരിക്കും ന്യൂസ് തന്നത്. ഗോപുട്ടൻ എന്നോടൊന്നും പറയാറില്ലല്ലോ. മമ്മിയുടെ പേരിലുള്ള ഹോട്ടലാ അത്. അവിടെ ക്യാബറെ നടത്തി പേര് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കിലൊരു കാര്യം ചെയ്യാം. ആ ഹോട്ടൽ അങ്ങ് അടച്ചുകൂട്ടി ഒരു ആശ്രമം പണിയാം. എന്നിട്ട് മുമ്പിൽ ആ മദാമ്മയുടെ പ്രതിമയെ ഫിറ്റ് ചെയ്യാം. മമ്മി എങ്ങാണ്ടോ കിടന്നൊരു മദാമ്മ. മമ്മി. മമ്മിയെ പറ്റി മാത്രമൊന്നും പറയരുത്. ആജ്ഞയാണോ? ഓ, ഉടമസ്ഥയല്ലേ? എന്തിനാ ഗോപുട്ട ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്?
ഗോപേട്ടൻ ഇഷ്ടം പോലെ ചെയ്തോളൂ. മമ്മിയെ പറ്റി മാത്രം പറയാതിരുന്നാ മതി. ടേബിൾ ഫോർ 2. ഓക്കെ, ഡൺ. ഗുഡ് മോർണിംഗ് സർ. ചാർലി എവിടെ? ഹാളിലുണ്ട് സർ. ഗുഡ് മോർണിംഗ് സർ. ആണുങ്ങളായ നേരിട്ട് സംസാരിക്കണം. പെണ്ണുങ്ങളുടെ ചെവി പോയി അതും ഇതും പറഞ്ഞു കൊടുത്ത് കുടുംബം കലക്കാൻ നോക്കരുത്. തേണ്ടി. എന്തുവാണോ നോക്കിയിരിക്കുന്നത്? പോയി ജോലി നോക്ക്. മേ ഐ കം ഇൻ സർ? എടാ, നീ എത്ര വലിയവനായാലും ചാർലി അടിക്കാൻ വളർന്നിട്ടില്ല. ഇന്ന് ഞാൻ കണക്ക് തീർക്കുന്നില്ല. പക്ഷെ ഞാൻ കണക്ക് തീർക്കണം പട്ടി. അടുത്ത നവംബർ 27-ന് ഇനിയും കാണേണ്ടി വരുമല്ലോ. നീ ഒരുപക്ഷെ മറക്കുമായിരിക്കും. അത്രയ്ക്ക് നീചനാ നീ. ആണാണെങ്കിൽ ഈ കണക്ക് തീർക്കാൻ വേണ്ടിയെങ്കിലും നീ മരണം. അവിടെ വെച്ച് കാണാം. മാനേജ്മെന്റിന്റെ ദുർഭരണം അവസാനിപ്പിക്കുക. മാനേജ്മെന്റ് നീതിപാലിക്കുക. ഹലോ ഹലോ, സ്വാമിയാണ് സർ. ആ സ്വാമി, എന്തായി? കൂടി വരികയാണ് സർ. ഇവിടെയുള്ള എല്ലാ ഹോട്ടലിലെയും യൂണിയൻകാർ കൂടിയിരിക്കുകയാണ്. ഞാൻ രാവിലെ വളരെ കഷ്ടപ്പെട്ടു അകത്ത് കയറാൻ. പോലീസില്ല അവിടെ? പോലീസുണ്ട്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. നേതാക്കന്മാരെ വിളിച്ച് ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചാൽ ഞാൻ വിളിക്കാനോ? ആവശ്യം നമ്മുടെ അല്ലേ സർ? പൂട്ടിയിടോ. കിടക്കട്ടെ അവിടെ. മുദ്രാവാക്യം വിളിച്ച് തളരുമ്പോ വരും, അന്ന് തുറന്നാ മതി. ചാർലി പറഞ്ഞു ശരിയാ. ഗോപേട്ടൻ ആകെ മാറിയിരിക്കുന്നു. പക്ഷെ ഞാൻ കണക്ക് തീർക്കണം പട്ടി. അടുത്ത നവംബർ 27-ന് ഇനിയും കാണേണ്ടി വരുമല്ലോ. നീ ഒരുപക്ഷെ മറക്കുമായിരിക്കും. അത്രയ്ക്ക് നീചനാ നീ. ആണാണെങ്കിൽ ഈ കണക്ക് തീർക്കാൻ വേണ്ടിയെങ്കിലും നീ മരണം. ഒരിക്കൽ കൂടി നാം തമ്മിൽ കാണേണ്ടി വരും. അടുത്ത നവംബർ 27-ന്. അന്ന് ഗുരുജിയുടെ മുമ്പിൽ വെച്ച് എന്നെ പരിചയമില്ലെന്ന് മാത്രം നീ പറയരുത്. അടുത്ത നവംബർ 27th, ഗുരുദക്ഷിണ പ്ലാന്റേഷൻസ്. പ്രോമിസ്? ചാർലി പറഞ്ഞു ശരിയാ. ഒരിക്കൽ കൂടി ഗോപേട്ടൻ ആകെ നാം തമ്മിൽ കാണേണ്ടി വരും. അടുത്ത നവംബർ 27 അന്ന് ഗുരുജിയുടെ മുമ്പിൽ വെച്ച് നവംബർ 27th. എന്നെ പരിചയമില്ലെന്ന് മാത്രം നീ പറയരുത്. ഇനിയും കാണേണ്ടി വരുമല്ലോ. ഇനിയും കാണേണ്ടി വരുമല്ലോ. മറക്കുമായിരിക്കും. നീ ഒരുപക്ഷെ മറക്കുമായിരിക്കും. നീചനാ. അടുത്ത നവംബർ 27th, ഈ ഗുരുദക്ഷിണ പ്ലാന്റേഷൻസ്. ഈ കണക്ക് തീർക്കാൻ വേണ്ടി ഇനിയും കാണേണ്ടി വരും. പ്രോമിസ്? ഒരിക്കൽ കൂടി മറക്കുമായിരിക്കും. ഒരിക്കൽ തമ്മിൽ കാണേണ്ടി അത്രയ്ക്ക് വരും. നീചനാ. ആണാണെങ്കിൽ ഈ കണക്ക് തീർക്കാൻ വേണ്ടി അന്ന് ഗുരുജിയുടെ മുമ്പിൽ വെച്ച് എന്നെ പരിചയമില്ലെന്ന് മാത്രം നീ കണക്ക് തീർക്കാനുള്ളവരൊക്കെ എവിടാ? ആണ്
ഞാൻ വന്നിട്ടുണ്ട്. ഒരുത്തരും ഇല്ല. ഉണ്ണി, ആ മൂപ്പിലാനേം കാണുന്നില്ലല്ലോ. കുരുജി. ഗുരുജിയും കുറെ ശിഷ്യന്മാരും ഒളിച്ചിരിക്കായിരിക്കും എന്നെ പേടിച്ച്. ഉണ്ണേ, നീ വന്നു. നീ അഭിമാനിയ, നീ ആണാണടാ. ചാർലി, നീയൊക്കെ കൊച്ചായി പോയല്ലടാ. ചാർലി അല്ലത്, എന്റെ അനിയനാ. നിന്റെ അനിയനാണല്ലേ? അപ്പൊ നിന്നെ പോലെ വേറൊരു തെണ്ടി. അനാവശ്യം പറയരുത്. ഞാൻ നിന്റെ മുമ്പിൽ തെണ്ടിയിട്ടില്ല. ഇല്ലേ? നീ മറന്നുപോയടാ. ഒരു ജോലിക്ക് വേണ്ടി എന്റെ മുമ്പിൽ കെഞ്ചിയിട്ടില്ലടാ. എന്റെ ഹോട്ടലിലെ സപ്ലയർ ആയിരുന്നില്ലടാ നീ. ആയിരുന്നു, പക്ഷെ ഇന്ന് ഞാനതല്ല. ആയിരുന്നല്ലോ. എന്റെ എച്ചിൽ നിന്നിട്ടല്ലേടാ നീ എന്റെ ഒപ്പത്തിനൊപ്പം നിന്നിപ്പോ സംസാരിക്കുന്നത്. സൂക്ഷിച്ച് സംസാരിക്കണം ഗോപു. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ നീ എന്നെ മൂക്കി കയറ്റുവാടാ പാട്ടി. ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചതൊന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല. എന്റെ ഭാര്യ നഷ്ടപ്പെട്ട ശേഷം എനിക്ക് കിട്ടിയ 3 മക്കളാണ് നിങ്ങളെന്ന് ഞാൻ ആശിച്ചു. ചാർലി, ഉണ്ണി, ഗോപു. ഒരു കൊല്ലം കഴിഞ്ഞ് ഇന്ന് കാണുമ്പോൾ നിങ്ങൾ 3 പേരും നേട്ടങ്ങളുടെ കഥ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഉണ്ണിയും ഗോപുവും കെട്ടിപ്പിടിച്ചു. പക്ഷെ അതിങ്ങനെ വേണമായിരുന്നു. പോട്ടെ, സാരമില്ല. നിങ്ങൾ കുട്ടികളല്ലേ. ഇതാരാ ഉണ്ണി? എന്റെ അനിയനാ. ഓ, എന്താ മോന്റെ പേര്? ഇവൻ ഊമയാ ഗുരുജി. ഓഹോ, വാ മോനെ. ഗോപു നല്ലോണം കുടിച്ചിട്ടുണ്ടല്ലോ. ആരുടെയും കാശ് കൊണ്ടല്ല ഞാൻ കുടിച്ചത്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്ത 10,000 രൂപ. എന്നാ പലിശ വല്ലതും വേണോ? അതും തരാം. പലിശ അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഒരു കൊല്ലം കൊണ്ട് എന്തൊക്കെ നേടി,
എന്തൊക്കെ സംഭവിച്ചു എന്ന് എന്നോട് പറയാമെന്ന് ഏറ്റിരുന്നല്ലോ. സുന്ദരിയായ ഭാര്യ, ധാരാളം സ്വത്തുക്കൾ, കാറ്, ബംഗ്ലാവ് എല്ലാം ഞാൻ നേടി. ചാർലി അവനെന്റെ ഹോട്ടലിലെ ശമ്പളക്കാരനായിരുന്നു. ഇവൻ ഇവിടുത്തെ വെയിറ്ററായിരുന്നു. ഉണ്ണി വലിയ അഭിമാനിയ, പൊയ്ക്കളഞ്ഞ് എന്നെ തോൽപ്പിക്കാൻ. എല്ലാവരും പോയി. ഗോപു ഹോട്ടലും ഒക്കെ തുടങ്ങിയോ? തുടങ്ങിയില്ല, വന്നു. ഹോട്ടല് വന്നു, ഹോട്ടല് പൂട്ടി. തൊഴിലാളി മുതലാളി സമരം. ഇപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളു. ഗോപു പോത്തില്ല, ലവനെയും കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളു. ചാർലിയെ. ചാർലി എവിടെ? എനിക്കറിയില്ല. അവൻ വരില്ല. വന്നാലേ എന്നെ കാണേണ്ടി വരും. കണക്ക് തീർക്കണം ഞങ്ങൾക്ക്. അവന്റെ കഥ ഞാൻ കേട്ടു. ഉണ്ണിക്ക് എന്താ പറയാനുള്ളത്? മടക്കിത്തരാൻ കാശില്ലെന്ന് പറയാനാണ് ഞാൻ വന്നത്. അവൻ പറഞ്ഞ ശരിയാ. അവന്റെ ഹോട്ടലിൽ വെയിറ്ററായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവൻ വളരെ മാറിപ്പോയി ഗുരുജി. ക്രൂരമായിട്ട് എന്നോട് പെരുമാറി. ചാർലിക്ക് എല്ലാം അറിയാം. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് സ്ഥലത്തെ അലഞ്ഞു. ഗുരുജി എന്ന രൂപ കയ്യിലുണ്ടായിരുന്നിട്ട് കൂടി പല ദിവസങ്ങളിൽ ഞാൻ പട്ടിണി കിടന്നു. നിവൃത്തിയില്ലാതായപ്പോ നാട്ടിലേക്ക് മടങ്ങി. ആ കാശുകൊണ്ട് പെങ്ങളുടെ കല്യാണമെങ്കിലും നടത്തല്ലോ എന്ന് കരുതിയാണ് ഞാൻ പോയത്. പക്ഷേ അവൾ പോയി ഗുരുജി. അവൾ ആരുടെ കൂടെ ഇറങ്ങിപ്പോയി. അവളെ കുറ്റം പറയാൻ പറ്റില്ല. കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ എന്നേ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അവൾ പോയതോടെ അച്ഛൻ തളർന്നുപോയി. ഒടുവിൽ അച്ഛന്റെ ചികിത്സയും ശവദാഹവും കഴിഞ്ഞപ്പോഴേക്കും ഗുരുജി എന്ന കാശ് മുഴുവൻ തീർന്നുപോയി. അവശേഷിച്ചത് ഊമയായ ഇവനും. ഗുരുജി, എനിക്കൊരു വർഷം കൂടെ സമയം തരണം. എങ്ങനെയെങ്കിലും ആ പണം ഞാൻ തിരിച്ചു തരാം. അന്ന് ഞാൻ നല്ലൊരു കഥയും പറയാം. കഴിഞ്ഞ ഒരു വർഷം എനിക്ക് നേടാൻ കഴിയാതെ പോയ വിജയത്തിന്റെ കഥ. ഞാൻ നിന്നോട് രൂപ ചോദിച്ചില്ലല്ലോ ഉണ്ണി. ഡോണ്ട് ബി സിലി. കം ഓൺ, ഗെറ്റ് അപ്പ്. അവിടെ ഇരിക്കെ. ആർക്കും വേണ്ടാത്ത കുറെ ആദർശങ്ങളുണ്ട് നിന്റെ കയ്യിൽ. ഇപ്പോഴെങ്കിലും നിനക്ക് ഒരു ആത്മധൈര്യം വന്നല്ലോ. ജീവിതത്തിൽ പ്രാക്ടിക്കലായിരിക്കുന്നതാണ് ബുദ്ധി. ഗുരുജി, യു ആർ റൈറ്റ്. ഗുരുജി ഈസ് ഓൾവേസ് റൈറ്റ് ഗോപു.